അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ഇന്ന് ഞാൻ വന്നത് തജ്വീദിലെ 13ാമത്തെ പാഠാണ് കേട്ടോ. പാടും ക്വസ്റ്റ്യനും ആൻസറുമാണ് കേട്ടോ വായിക്കണത്. അപ്പോൾ എല്ലാവരും എൻ്റെ വീഡിയോ കാണുന്ന എല്ലാ മക്കളും എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ആ ബെൽ ബട്ടണും കൂടി ഒന്ന് അമർത്തണം കേട്ടോ. അപ്പോൾ നമുക്ക് തുടങ്ങാം. പാഠം 13 ചില പ്രത്യേക പദങ്ങൾ. അൽബക്കറ സൂറത്തിലെ 245 ആയത്തിൽ വയബ്സുത്തു എന്നതിലും അഅ്റാഫ് സൂറത്തിലെ 69 ആയത്തിൽ ബസ്തത്ത എന്നതിലും സ്വാദിന് പകരം സീന് കൊണ്ട് ഉച്ചരിക്കണം. എങ്ങനെയാണ് ഇപ്പോൾ വയബ്സുത്തു നമ്മൾ എഴുതിയ പുസ്തകത്തിൽ കാണുന്നത് കണ്ടില്ലേ, സ്വാദാണ് അവിടെ കാണുന്നത്. പക്ഷെ നമ്മളവിടെ ഉച്ചരിക്കുമ്പോൾ വയബ്സുത്തു എന്ന് ഉച്ചരിക്കണം, സ്വാദ് കൊടുക്കരുത് അവിടെ ഉച്ചരിക്കുമ്പോൾ. അതേമാതിരി ബസ്ത എന്നുള്ളതിൽ എന്താ പറയുക, ബസ്തത്ത എന്ന് സീന് കൊടുത്ത് കാണാണ് നമ്മളവിടെ ഉച്ചരിക്കേണ്ടത് എന്നാണ് കേട്ടോ പറയണത്. വല്ലാഹു യഹ്ബിളു വയബ്സുത്തു എന്നും ബസ്തത്ത് എന്നും ഓതണം. ഇനി രണ്ടാമത്തെ ഹൂദ് സൂറത്തിലെ 41 ആയത്തിൽ ബിസ്മില്ലാഹി മജ്റഹ എന്നതിൽ ഇന്ന് ഇമാരത്താക്കി മജ്രേഹ എന്ന് ഓതണം. അപ്പോൾ മജ്റാഹ എന്നത് ഇമാരത്താക്കി മജ്രേഹ എന്നാണ് അവിടെ ഉച്ചരിക്കേണ്ടത് കേട്ടോ. മൂന്നാമത്തെ യൂസുഫ് സൂറത്തിലെ 11 ആയത്തിൽ മാലക്കല തഅമന്ന എന്നതിൽ നൂന് ഉച്ചരിക്കുമ്പോൾ ഇഷ്മാമാക്കണം. അപ്പോൾ ലാ തഅമന്ന എന്നുള്ളതിലെ നൂന് നമ്മൾ ഉച്ചരിക്കുമ്പോൾ അവിടെ ഇഷ്മാമാക്കിയാണ് പറയേണ്ടത്. ഇമാലത്ത് എന്നാൽ എന്താണ്? ഫതഹിൻ്റെയും കസറിൻ്റെയും ഇടയിലായി അല്ലെങ്കിൽ അലിഫിൻ്റെയും യാഇൻ്റെയും ഇടയിലായി ഏകാര സ്വരത്തിൽ ഉച്ചരിക്കുക, അതിനാണ് ഇമാലത്ത് എന്ന് പറയുന്നത്. ഇഷ്മാമ് പറഞ്ഞാൽ എന്താണ്? ഇഷ്മാമ് എന്നാൽ റഫ്ഓ ലമ്മോ ഉള്ള അക്ഷരത്തിന്മേൽ വഖഫ് ചെയ്യുകയോ അവയെ ഇദ്ഗാം ചെയ്യുകയോ ചെയ്യുമ്പോൾ ലമ്മിനെ സൂചിപ്പിച്ചു കൊണ്ട് ചുണ്ട് കൂട്ടുക എന്നാണ്. ഇതിനാണ് നമ്മൾ ഇഷ്മാമ് എന്ന് പറയുന്നത്. ഇത് ഉച്ചരിച്ച് കാണിക്കാനേ കഴിയൂ. ഇത് നമുക്ക് ഉച്ചരിച്ച് കാണിക്കാനേ കഴിയൂ. 4 അൽ കഹ്ഫ് സൂറത്തിലെ 38 ആയത്തിൽ ലക്കിന്ന ഹുവല്ലാഹു എന്നതിൽ ലാക്കിന്ന എന്ന് നിർത്തുകയാണെങ്കിൽ ലാക്കിന്ന എന്ന് ഒരു അലിഫ് നീട്ടി ഉച്ചരിക്കണം. അപ്പോൾ ലക്കിന്ന ഹുവല്ലാഹു എന്നതിൽ നമ്മൾ വഖഫ് ചെയ്യുകയാണെങ്കിൽ ലാക്കിന്ന എന്ന് അവിടെ നമ്മൾ ലാക്കിന്ന എന്നുള്ളിടത്ത് നമ്മൾ നിർത്തുകയാണെങ്കിൽ ലാക്കിന്ന എന്ന് ഒരു അലിഫ് നീട്ടി ഉച്ചരിക്കണം. ശേഷമുള്ള ഹുവല്ലാഹുമായി ചേർത്തി ഓതുകയാണ് നമ്മളവിടെ കൂട്ടി ഓതുകയാണ്. വഖഫ് ചെയ്യാതെ നമ്മൾ കൂട്ടി ഓതി പോവുകയാണെങ്കിൽ നാ എന്ന് നീട്ടാതെ ലക്കിന്ന ഹുവല്ലാഹു എന്ന് പറയണം. അപ്പോൾ അവിടെ നമ്മൾ നീട്ടാതെ നാന്ന് നീട്ടാതെ പിന്നെ എന്താ പറയുക ലക്കിന്ന ഹുവല്ലാഹു എന്ന് പറയണം. ചേർത്തി ഓതുകയാണെങ്കിൽ. വഖഫ് ചെയ്യുകയാണെങ്കിൽ ലാക്കിന്ന എന്നും ആണ് കേട്ടോ ഓതേണ്ടത്. 5 അഅ്റാഫ് 111, ശുഅറാ 32, നംല് 28 എന്നീ 3 ആയത്തുകളിലും അർജിഹ് അൽക്കിഹ് ഹാഇന് സുക്കൂന് കൊണ്ടാണ് ഉച്ചരിക്കേണ്ടത്. അപ്പോൾ അർജിഹ് അൽക്കിഹ് ആ സൂറത്തുകളിലെ ഹായിന് നമ്മൾ സുക്കൂന് കൊണ്ടാണ് ഉച്ചരിക്കേണ്ടത്. ശുഅറാ സൂറത്തിലെ 63 ആയത്തിൽ ഫിർഖിൻ എന്നതിൽ ചേർത്തി ഓതുമ്പോൾ റാഇന് തഫ്ഖീമും തർഖീഖും പറയണം. നല്ലത് തർഖീഖാണ്. അപ്പോൾ ഫിർഖിൻ എന്നത് ചേർത്തി ഓതുകയാണെങ്കിൽ റായിന് തഫ്ഖീമും തർഖീഖും പറ്റും, പക്ഷേ നല്ലത് തർഖീഖാണ്. 7 അൽ കഹ്ഫിലെ 63 ആയത്തിൽ വമാ അൻസാനീഹു എന്നും അൽ ഫത്ഹ് സൂറത്തിൽ 10 ആയത്തിൽ അലൈഹു എന്നും ഹാഇന് ലമ്മ് കൊടുത്ത് പറയണം. അപ്പോൾ
എട്ടാമത്തെ അൽ ഫുർഖാൻ സൂറത്തിലെ 69-ാം ആയത്തിൽ വയഹ്ലുദു ഫീഹി മുഹാന എന്നതിലെ ഹാഇന് അസ്ലിയായ മദ് കൊടുത്ത് ഫീഹി മുഹാന എന്ന് പറയണം. ഹാഇന് മുമ്പ് സുക്കൂനായാൽ നീട്ടാതെ ഓതണമെന്നാണ് നിയമം. ഇവിടെ മാത്രം നീട്ടി ഓതണം. അപ്പോൾ ഫീഹി മുഹാനൻ എന്നതിൽ ഹായിന് അസ്ലിയായ മദ് കൊടുത്ത് ഫീഹി മുഹാന എന്നാണ് ഓതേണ്ടത്. 9 അർ-റൂം സൂറത്തിലെ 54-ാം ആയത്തിൽ ലുആഫ് 3 തവണ ഒരേ ആയത്തിൽ ആവർത്തിച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ 3 സ്ഥലങ്ങളിലും ലോദിന് ലമ്മ കൊടുക്കലാണ് നല്ലത്. ഫത്ഹും പറ്റും. അപ്പോൾ ലുആഫ് എന്ന് കൊടുത്ത് ഓതലാണ് നല്ലത്. ലുആഫ് എന്നും പറ്റും, പക്ഷെ ലമ്മ കൊടുത്ത് ഓതലാണ് നല്ലത്. 10 ഫുസ്സിലത്ത് സൂറത്തിലെ 44-ാം ആയത്തിൽ ആയജമിയു എന്നതിൽ ഒന്നാമത്തെ ഹംസയെ ശക്തിയിലും രണ്ടാമത്തെ ഹംസയെ ലഘുവാക്കി ഉച്ചരിക്കുക. അതായത് അലിഫും മേലെ ചെറിയൊരു ഹംസ ഉള്ള അതിനെ കുറച്ച് കട്ടിയിൽ രണ്ടാമത്തെ സോഫ്റ്റ് ആയിട്ട് ആയിജമിയു അങ്ങനെ പറയാം. ഫസ്റ്റത്തെ കട്ടിയിലും രണ്ടാമത്തെ കുറച്ച് സോഫ്റ്റ് ആക്കിയിട്ടും ആയിജമിയു എന്നും പറയാം. ലഘുവാക്കിയും ഉച്ചരിക്കണം. 11 അഹ്സാബ് സൂറത്തിലെ 10-ാം ആയത്തിൽ ലുനൂന എന്നതിലും 66-ാം ആയത്തിലെ റസൂല എന്നതിലും 67-ാം ആയത്തിലെ സബീല എന്നതിലും വഖഫ് ചെയ്യുമ്പോൾ ഒരു അലിഫ് നീട്ടി ലുനൂന റസൂല സബീല എഴുതിയ പോലെ തന്നെ പറയണം. ശേഷമുള്ളതുമായി ചേർത്തി ഓതുമ്പോൾ നീട്ടാതെ പറയണം. അപ്പോൾ അവിടെ നമ്മൾ ചേർത്തി അതിൻ്റെ കൂടെ ചേർത്തി ഓതുകയാണെങ്കിൽ നീട്ടാതെ പറയാം. സബീലാന്ന് നീട്ടാതെ അങ്ങനെ ചേർത്തി ഓതുക. അടുത്തത് 12 ഇൻസാൻ സൂറത്തിലെ 4-ാം ആയത്തിൽ സലാസില എന്നതിൽ വഖഫിൽ സലാസിൽ എന്നും സലാസില എന്നും പറയാം. അപ്പോൾ വഖഫ് ചെയ്യണമെങ്കിൽ നമ്മൾ സുക്കൂന് കൊടുത്തും പറയാം, നീട്ടിയും പറയാം. ചേർത്തി ഓതുമ്പോൾ സലാസില എന്നേ പറയാവൂ. ചേർത്തി ഓതുകയാണെങ്കിൽ സലാസില, ആ ലാമിന് ഫത്ത് കൊടുത്തിട്ട് ബാക്കിയുള്ളത് ചേർത്തി ഓതുക. അപ്പോൾ വഖഫ് ചെയ്യുകയാണെങ്കിൽ സുക്കൂന് കൊടുത്തും വഖഫ് സലാസില അങ്ങനെ 2 ആയിട്ടും വഖഫ് ചെയ്യുക. 13 സുംറ സൂറത്തിലെ 7-ാം ആയത്തിൽ യർലഹു ലക്കും എന്ന് ഹായിനെ നീട്ടാതെ പറയണം. അപ്പോൾ സുംറ സൂറത്തിലെ 7-ാം ആയത്തിലെ യർലഹു ലക്കും എന്ന ഹായിനെ നീട്ടാതെ പറയണം. ഹായിൻ്റെ മുമ്പിലും പിന്നിലും ഹർക്കത്തായത് കൊണ്ട് നീട്ടാമെന്നാണ് നിയമം. പക്ഷേ ഈ സൂറത്തിലെ യർലഹുവിനെ നമ്മൾ ഇങ്ങനെ പറയണം. നിയമമെങ്കിൽ ഇവിടെ നീട്ടരുത്. 14 അൽഹാക്ക സൂറത്തിൽ 28-ാം ആയത്തിൽ മാലിയ ഹലക്ക എന്നതിൽ മാലിയ എന്ന് സക്ത ചെയ്ത് ഹലക്ക അന്നി എന്നും മാലിയഹ് എന്ന ഹായിനെ ഹലക്കയിലെ ഹായിലേക്ക് ഇത് ആം ചെയ്ത് എങ്ങനെ ഓതണ്ടത്? മാലിയ ഹലക്ക ആ ഹായിനെ കുറച്ച് കട്ടിയിൽ ഈ 2 ഹാവും കൂടിയിട്ട് അങ്ങനെ മാലിയ ഹലക്ക എന്നും പറയാം. 15 സൂറത്തുൻ നംലിൽ 36-ാം ആയത്തിൽ ഫമാ ആതാനിയല്ലാഹു എന്നതിലെ ശേഷമുള്ളതുമായി ചേർത്തി ഓതുമ്പോൾ ഫമാ ആതാനിയല്ലാഹു എന്ന് ഓതണം. അപ്പോൾ അവിടെ നമ്മൾ ചേർത്തി ഫമാ ആതാനിയ എന്നതിൽ ചേർത്തി ഓതണമെങ്കിൽ ഫമാ ആതാനിയല്ലാഹു എന്ന് ഓതണം. അതിന്മേൽ നിർത്തുകയാണെങ്കിൽ ഹാത്താനി എന്നും പറയാം. അപ്പോൾ നമ്മളവിടെ വഖഫ് ചെയ്യുകയാണെങ്കിൽ ചേർത്തി പറഞ്ഞ ഹാത്താനി അല്ലാഹു നോതുക. വഖഫ് ചെയ്യുകയാണെങ്കിൽ എന്താണ് അവിടെ നമ്മൾ സുക്കൂന് കൊടുത്ത് ഹാത്താനി അല്ലാഹു എന്ന് ഓതണം. അതിന്മേൽ നിർത്തുകയാണ് ഹാത്താനി എന്നും പറയാം. 16 സൂറത്തു ദഹർ അഥവാ ഇൻസാനിലെ 15-ാം ആയത്തിൻ്റെ അവസാനത്തിൽ വഖഫ് ചെയ്യുമ്പോൾ ഖവാരീറ എന്ന് ഒരു അലിഫ് നീട്ടി ഓതണം. 16-ാം ആയത്തിൻ്റെ ആദ്യത്തിലും ഖവാരീറ എന്നാണ് എഴുതിയത്. അവിടെ വഖഫ് ചെയ്യുകയാണെങ്കിൽ ഖവാരീർ എന്ന് റായിന് സുക്കൂന് കൊടുത്ത് പറയണം. അപ്പോൾ 16-ാം ആയത്തിൽ
16-ാം ആയത്തിൻ്റെ ആദ്യത്തിൽ ഹവാരിറ എന്ന് എഴുതിയതെങ്കിലും അവിടെ വഖഫ് ചെയ്യുകയാണെങ്കിൽ ഹവാരിർ എന്ന റായിന് സുക്കൂന് കൊടുത്ത് പറയണം, നീട്ടരുതേ. ചേർത്തി ഓതുകയാണെങ്കിൽ വാക്വാബിൻ കാനത്ത് ഹവാരിറ എന്ന് 2 സ്ഥലങ്ങളിലും നീട്ടാതെ ഓതണം. അപ്പോൾ വഖഫ് ചെയ്യാതെ ചേർത്തി ഓതുകയാണെങ്കിൽ 2 സ്ഥലങ്ങളിൽ നീട്ടാതെ ഓതണം എന്ന്. 17 യാസീൻ വൽ ഖുർആനിൽ ഹക്കീം എന്നതിൽ നൂനി വൽ ഖലമി വൽ ഖലമി വമാ യസ്തുറൂന എന്നതിലും ചേർത്തി ഓതിയാലും വഖഫ് ചെയ്ത് 2 ആക്കി ഓതിയാലും അവസാനത്തെ നൂനിനെ വെളിവാക്കണം. അപ്പം നമ്മൾ അവിടെ അവസാനത്തെ നൂനിനെ വെളിവാക്കണം. നമ്മൾ വഖഫ് ചെയ്യുകയാണെങ്കിലും കൂട്ടി ഓതുകയാണെങ്കിലും യാസീനിലെ അവസാനത്തെ നൂനിനെ വെളിവാക്കണം. തോസി എന്നതിൽ അവസാനത്തെ നൂനിന് ശേഷം വരുന്ന തിൽക്കയിലേക്ക് ഇഖ്ഫാ ചെയ്താണ് ചേർത്തി ഓതുമ്പോൾ പറയേണ്ടത്. അപ്പോൾ അവിടെ തോസി എന്ന് പറയുമ്പോൾ നമ്മൾ അങ്ങനെ പറയാം. ഇഖ്ഫാ ചെയ്താണെങ്കിൽ പിന്നെ കൂട്ടി ഓതുകയാണെങ്കിൽ അവിടെ നമ്മൾ ഇഖ്ഫാ ചെയ്താണ് ഓതുമ്പോൾ പറയേണ്ടത്. അടുത്തത് നമുക്ക് ക്വസ്റ്റ്യനും ആൻസറും പറയാം. സ്വാദിന് സീനാക്കി ഓതണം എവിടെയെല്ലാം? അൽ-ബഖറ സൂറത്തിലെ 245-ാം ആയത്തിലെ വയബുസുത്തു എന്നതിലും അറാഫ് സൂറത്തിലെ 50 നമുക്ക് ക്വസ്റ്റ്യനും ആൻസറും പറയാം. സ്വാദിനെ സീനാക്കി ഓതണം എവിടെയെല്ലാം? ആൻസർ അൽ-ബഖറ സൂറത്തിലെ 245-ാം ആയത്തിൽ വയബുസുത്തു എന്നതിലും അറാഫ് സൂറത്തിലെ 69-ാം ആയത്തിൽ ബസ്തത്ത എന്നതിലും സ്വാദിന് പകരം സീന് കൊടുത്ത് ഉച്ചരിക്കണം. രണ്ടാമത്തെ ക്വസ്റ്റ്യന് റായിനെ ഇമാലത്ത് ചെയ്ത് ഓതണം എവിടെയെല്ലാം? ഹൂദ് സൂറത്തിലെ 41-ാം ആയത്തിലെ ബിസ്മില്ലാഹി മജ്റാഹ എന്നതിൽ റായിന് ഇമാലത്താക്കി മജ്രേഹ എന്ന് ഉച്ചരിക്കണം. അതാണ് അതിൻ്റെ ആൻസർ. 3 ഇമാലത്ത് എന്നാൽ എന്ത്? ആൻസർ ഇമാലത്ത് എന്നാൽ ഫതഹിൻ്റെയും കെസറിൻ്റെയും ഇടയിലായി അല്ലെങ്കിൽ അലിഫിൻ്റെയും യായിൻ്റെയും ഇടയിലായി ഏകാര സ്വരത്തിൽ ഉച്ചരിക്കുക, അതാണ് ഇമാലത്ത്. ഇസ്മാം ആക്കി ഉച്ചരിക്കണം എവിടെ? യൂസുഫ് സൂറത്തിലെ 14-ാം ആയത്തിലെ മാലക ലാ തഅമന്ന എന്നതിലെ നൂനിനെ ഉച്ചരിക്കുമ്പോൾ ഇസ്മാമാക്കണം. 5 ഇസ്മാം എന്നാൽ എന്ത്? ഇസ്മാം എന്നാൽ റഫ്ഓ ലമ്മോ ഉള്ള അക്ഷരത്തിന്മേൽ വഖഫ് ചെയ്യുമ്പോൾ. അടുത്ത ക്വസ്റ്റ്യന് അൽ-കഹ്ഫ് സൂറത്തിലെ 38-ാം ആയത്തിൽ ലാകിന്ന ഹുവല്ലാ ഇവിടെ നിയമം എന്ത്? ലാകിന്ന ഹുവല്ലാ എന്നതിൽ ലാകിന്ന എന്ന് നിർത്തുകയാണെങ്കിൽ ലാകിന്ന എന്ന് ഒരു അലിഫ് നീട്ടി ഉച്ചരിക്കണം, അതാണ് അതിൻ്റെ ആൻസർ. ഹാഇന് സുക്കൂന് കൊണ്ടാണ് ഉച്ചരിക്കേണ്ടത് എവിടെയെല്ലാം? അറാഫ് സൂറത്തിലെ 111, ഷുഅറാ സൂറത്തിലെ 32, നംല് സൂറത്തിലെ 28 എന്നീ 3 ആയത്തുകളിലും അർജിഹ് അൽക്കിഹ് ഹാഇന് സുക്കൂന് കൊണ്ടാണ് ഉച്ചരിക്കേണ്ടത്. അടുത്തത് ഷുഅറാ സൂറത്തിലെ 63-ാം ആയത്തിലെ